നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അത്ര പറ്റൂല എന്നിപ്പോ ഏകദേശം മനസ്സിലായല്ലോ നമുക്ക്. കോഴിക്കോട് കോവൂർ എന്ന സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അവിടെ ഒരുപാട് ആളുകൾ രാത്രി വരികയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണത്. കോഴിക്കോട് ബീച്ച് പോലെ തന്നെ വേറൊരു സ്ഥലമാണ് കോഴിക്കോട് കോവൂർ. ആ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വരുന്നു, അവിടെ വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകൾ ചില ആളുകൾ ചേർന്ന് അടപ്പിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. ഈ നൈറ്റ് ലൈഫിന് തടയിടാത്തിടത്തോളം ഇത് ഇനിയും പെരുകും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായിട്ട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുമ്പോൾ എത്രത്തോളം അതിന്റെ സാമൂഹ്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് ആലോചിക്കണം. കുട്ടികൾക്കൊക്കെ ഒരു ലൈസൻസും ഇല്ലാതെ ഇറങ്ങി പോരും വൈകുന്നേരം വീട്ടിലേക്ക് ഓരോ നുണയും പറഞ്ഞിട്ട്, എന്നിട്ട് ഇങ്ങനെ രാത്രി മുഴുവനും ഈ ബീച്ചിലും അവിടെ ഇവിടെയും കറങ്ങി നേരം വെളുക്കുമ്പോൾ അവർ ബസ്സിൽ വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോർപ്പറേഷനിലെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ലഹരിയെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, തുടച്ചു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയാണ്. അതിന് നിങ്ങൾ രാത്രി പുറത്തിറങ്ങുന്ന കുട്ടികളെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നതെന്നും അത് സമൂഹത്തിന് മോശമാണെന്നും എത്ര അപകടം പിടിച്ച എത്ര മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള എത്ര സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു മോറൽ പോലീസിംഗ് ആണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ? അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചന നമുക്ക് എല്ലാ തലത്തിലും ജുഡീഷ്യറിയും അതുപോലെ പോലീസും അതുപോലെ കളക്ടറും കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമ്മുടെ മാത്രം പ്രശ്നമല്ല ഇത്. പിന്നെ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുന്നത്. പകൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, രാത്രി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. പകൽ ജോലി ചെയ്തിട്ട് ചിലപ്പം പുറത്തിറങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് ചിലപ്പോൾ രാത്രി ഇറങ്ങി വരും. അത് അവരുടെ സൗകര്യമല്ലേ. ഇതിവിടെ കർഫ്യൂ അല്ലെ 144 പ്രഖ്യാപിച്ചൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലീസിന് ചോദ്യം ചെയ്യാം, ആളുകൾ ചോദിക്കാം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ അസമയത്തോട് നിൽക്കുന്നത്, ID കാർഡ് കാണിക്കൂ. അത് കാണിച്ച് ചോദ്യം ചെയ്ത് സംശയപരമായിട്ട് എന്തുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാതെ ഇതൊക്കെ തടയിടാൻ രാത്രി കാലങ്ങളിൽ ആളുകളെ ഗുണ്ടായുസം കാണിച്ചിട്ട് അടിച്ചോടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നിഷ്ഠൂരമാണ്, മോശമാണ്. ഒരു ഇടതുപക്ഷത്തിൻ്റെ മുഖം എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങേയറ്റം നാണക്കേടാണ്. അപ്പോൾ ആരെങ്കിലും ബുദ്ധിയും ബോധമുള്ളല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചിനോട്, ഇതെങ്ങനെ നല്ല കാര്യങ്ങളെന്ന്. ഒരു സമൂഹം വികസിക്കുകയാണ്, കുട്ടികൾ കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥ മാറണം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊരു ഫാഷനായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവർക്ക് അറിയില്ലല്ലോ, ആ പ്രായം അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. കുട്ടികളാണല്ലോ, അവർ രാത്രി ഇറങ്ങി വരികയാണ്, അവർക്കൊന്നും അറിയില്ലല്ലോ. ആക്ച്വലി അവർക്ക് മേഡത്തിനെക്കാട്ടും ജനാധിപത്യ ബോധവും സെൻസും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട് സംസാരിക്കുകയും മനുഷ്യത്വ വിരുദ്ധം സംസാരിക്കുന്ന നിങ്ങളെക്കാൾ ബോധം എന്തായാലും ആ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ എല്ലാ നിയമത്തിനും ഭരണകൂടത്തിനൊക്കെ കഴിയണം. ആ രീതിയിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്, പക്ഷെ നിയന്ത്രിക്കാൻ അത്യാവശ്യമായ ഇടപെടൽ ആവശ്യമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ലഹരിന്റെ ഇമ്പാക്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് വ്യക്തിയുടെ ബേസിക്കായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ, പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടല്ല ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. ഒരു മിനിമം ഒരു ഭരണാധികാരി മനസ്സിലാക്കേണ്ട ഒരു ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിളാണത്. ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ വളരെ ദുഃഖകരമാണ്. നിങ്ങളുടെ ഈ നിലപാട് തിരുത്തുന്ന പ്രതീക്ഷിക്കുക. അവിടെ ഇപ്പം രാത്രി അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ. അത് ഒരു വളർന്നു വരുന്ന സമൂഹത്തിന് ആ ഒരു ദോഷം ചെയ്യും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. അല്ലെങ്കിൽ നിങ്ങളെ ഒരു പിന്തിരിപ്പനായിട്ട് സമൂഹം വിലയിരുത്തും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.